ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു കാലത്ത് നമ്മുടെ വിപണിയിൽ സജീവമായിരുന്ന, എന്നാൽ ഇന്ന് അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന 2 രൂപയുടെയും 5 രൂപയുടെയും പേപ്പർ കറൻസികളാണ്. ഈ നോട്ടുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇവ ഏത് കാലഘട്ടത്തിലാണ് പുറത്തിറങ്ങിയത് തുടങ്ങിയ രസകരമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ഇടതുവശത്ത് മുകളിലായി കാണുന്ന 2 രൂപ കറൻസി 1970-കളിൽ നിലവിലുണ്ടായിരുന്നതാണ്. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലാണ് ഈ കറൻസി കാണപ്പെട്ടിരുന്നത്. ഇതിന്റെ മുൻവശത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിരിക്കുന്നത് കാണാം. ഇതിന്റെ പിൻവശത്തായി ഒരു കടുവ ഗർജിക്കുന്ന ചിത്രമാണുള്ളത്. 1970-കളിൽ ഇന്ത്യയുടെ ദേശീയ മൃഗമായി സിംഹത്തിന് പകരം ബംഗാൾ കടുവയെ തിരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് നോട്ടുകളിൽ ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. വന്യജീവി സംരക്ഷണത്തിലും ഇന്ത്യയുടെ കരുത്തിന്റെ പ്രതീകമായും കടുവയെ ഉയർത്തിക്കാട്ടാൻ ഇതിലൂടെ സാധിച്ചു. 1973-ൽ ആരംഭിച്ച പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതിക്ക് വലിയ പ്രചാരണം നൽകുക എന്നതും ഇതിന്റെ പിന്നിലെ ലക്ഷ്യമായിരുന്നു. ഇനി ഇടതുവശത്ത് താഴെയായി കാണുന്ന 2 രൂപ കറൻസി ശ്രദ്ധിക്കൂ. ഇത് 1980 മുതൽ 90 വരെ കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്നതാണ്. ഇളം ഓറഞ്ച് പിങ്ക് നിറത്തിലുള്ള ഈ കറൻസിയുടെ മുൻഭാഗത്ത് അശോക സ്തംഭവും പിൻഭാഗത്ത് ഒരു സാറ്റലൈറ്റിന്റെ ചിത്രവുമാണുള്ളത്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട 1975-ൽ വിക്ഷേപിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ഈ ചിത്രം നോട്ടിൽ ഉൾപ്പെടുത്തിയത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലതുവശത്ത് മുകളിലായി കാണുന്ന 5 രൂപ കറൻസി 1996 മുതൽ 2011 വരെ പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. ഗാന്ധി സീരീസിൽപ്പെട്ട ഈ നോട്ടിന്റെ മുൻവശത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രവും പിൻവശത്ത് ട്രാക്ടർ ഉപയോഗിച്ച് നിലമുഴുന്ന കർഷകന്റെ ചിത്രവുമാണുള്ളത്. ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ കൈവരിച്ച നേട്ടത്തെയും ആധുനിക കൃഷിരീതികളെയുമാണ് ഈ ചിത്രം അടയാളപ്പെടുത്തുന്നത്. അതുപോലെ വലതുവശത്ത് താഴെയായി കാണുന്ന 5 രൂപ കറൻസി 1975 മുതൽ 1990 വരെ നിലവിലുണ്ടായിരുന്നതാണ്. ഗാന്ധി സീരീസിന് മുൻപുള്ള ഈ നോട്ടിൽ അശോക സ്തംഭമാണുള്ളത്. ഇതിന്റെയും പിൻവശത്ത് ട്രാക്ടറിന്റെ ചിത്രമാണുള്ളത്. കൃഷിക്ക് രാജ്യം നൽകുന്ന മുൻഗണനയും കർഷകരെ ആധുനിക കൃഷിരീതികളിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നതുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ കറൻസികളെല്ലാം തന്നെ ഇന്നും നിയമപരമായി നിലനിൽക്കുന്നവയാണ്. നിങ്ങളുടെ പക്കൽ ഇപ്പോഴും ഇത്തരം പഴയ നോട്ടുകൾ ശേഖരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള രസകരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.